വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേ ആദ്യേഷു വാക്യേഷു ച കാത്വധന്യാം മമത്വഗർത്തേതി മഹാന്ധകാരേ വിഭ്രാമയത്യേതദീവ വിശ്വം. വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേ ആദ്യേഷു വാക്യേഷു ച കാത്വധന്യ മമത്വഗർത്തേതി മഹാന്ധകാരേ വിഭ്രാമയത്യേതത് അതീവ വിശ്വം. വിദ്യാസു വിദ്യകളിലും ശാസ്ത്രേഷു ശാസ്ത്രങ്ങളിലും വിവേകദീപേഷു ആദ്യേഷു വാക്യേഷു ജ്ഞാനദീപങ്ങളായ വേദങ്ങളിലെയും ഉപനിഷത്തുകളിലെയും വാക്യങ്ങളിലും ത്വതന്യാക നിന്നിൽ നിന്ന് അന്യായിട്ട് ആരാണ് ഏതത് വിശ്വം ഈ വിശ്വത്തെ അതിമഹാന്ധകാരേ മമത്വഗർത്ത ഏറ്റവും മഹത്തായ മമത്വഗർത്തത്തെ മഹാന്ധകാരത്തിൽ അതീവ ഏറ്റവും വിഭ്രാമയതി വട്ടം ചുറ്റിക്കുന്നു. വിദ്യകൾ ശാസ്ത്രങ്ങൾ വിവേകപ്രകാശകങ്ങളായ വേദവാക്യങ്ങൾ ഉപനിഷത് സൂക്തങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായിട്ടും ഈ വിശ്വത്തെ മമതാരൂപമായ ഗർത്തത്തിന്റെ ഇരുട്ടിലിട്ട് വട്ടം തിരിക്കുന്നത് നീ അല്ലാതെ മറ്റാരാണ്? ഈ ലോകത്തിൽ അജ്ഞാനാന്ധകാരം അകറ്റുന്ന പലതുണ്ട്. പലതരത്തിലുള്ള കലാവിദ്യകൾ ശാസ്ത്രങ്ങൾ വിവേകത്തിന്റെ പ്രകാശം പരത്തുന്ന വേദവാക്യങ്ങൾ ഉപനിഷത് വാക്യങ്ങൾ എന്നിങ്ങനെ ഇവയെല്ലാം ഉണ്ടായിട്ടും മനുഷ്യർ അജ്ഞാനത്തിന്റെ ഇരുട്ടിലാണ്. മമത എന്ന കുഴിക്കകത്ത് അജ്ഞാനാന്ധകാരത്തിൽ അവർ ഭ്രമിക്കുന്നു. അവരെ ഭ്രമിപ്പിക്കുന്നത് ദേവിയാണ്. മഹാമായാരൂപിണിയായ ദേവി ജ്ഞാനദീപങ്ങൾ പ്രകാശം ചൊരിയവേ തന്നെ മനുഷ്യരെ അജ്ഞാനാന്ധകാരത്തിൽ ആഴ്ത്തുന്നു. ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദ് ആകൃഷ്യമോഹായ മഹാമായ പ്രയച്ഛതി എന്ന് മായാശക്തിയെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ധർമാചരണത്തിൽ വിമുഖനാകുന്നതും ഇന്ദ്രിയ സുഖങ്ങളുടെ ആകർഷണത്തിൽ പെട്ടുപോകുന്നതും അജ്ഞാനം കൊണ്ടല്ല. ജ്ഞാനവും വിവേകവും ഉണ്ടായിരിക്കെ തന്നെ അവയുടെ പ്രകാശം കണ്ടുകൊണ്ടിരിക്കെ തന്നെ പാപം ചെയ്തു പോകുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് അധർമ്മം ആചരിക്കുന്നുണ്ട്. ഇതിന് കാരണം മായയാണ്. മായ ഇക്കാര്യത്തിൽ മമത്വം എന്ന ഉപാധിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഞാനെന്നും എൻ്റേതെന്നുമുള്ള തോന്നൽ. ഈ തോന്നലിനെ ഒരു പടുകുഴിയായിട്ടാണ് ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അന്ധകാരമയമായ പടുകുഴി വിശ്വമാകെ മമത്വഗർത്തത്തിൽ അകപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ആ ഇരുട്ടിൽ ജീവികൾ അവശരായിട്ട് വട്ടം തിരിയുന്നു. സ്വമേധയാ തിരിയുകയല്ല, അവരെ ദേവി വട്ടം ചുറ്റിക്കുന്നു. ദേവി തന്നെ കലകളായും ശാസ്ത്രങ്ങളായും വേദവാക്യാദികളായും ജ്ഞാനദീപമായി വർത്തിക്കുന്നു. ദേവി തന്നെ മനുഷ്യരെ അജ്ഞാനാന്ധകാരത്തിൽ മമതാവിശരായിട്ട് വട്ടം ചുറ്റിക്കുകയും ചെയ്യുന്നു. രക്ഷാംസി യത്രോഗ്രവിഷാംശ്ച നാഗാം യത്രാരയോ ദസ്യുബലാനി യത്രാം ദാവാനലോ യത്ര തദാപ്തി മധ്യേ തത്ര സ്ഥിതാത്വം പരിപാസി വിശ്വം. രക്ഷാംസി യത്രോഗ്രവിഷാശ്ച നാഗാം യത്രാരയോ ദസ്യുബലാനി യത്രാം ദാവാനലോ യത്ര തദാപ്തി മധ്യേ തത്ര സ്ഥിതാത്വം പരിപാസി വിശ്വം. രക്ഷാംസി യത്ര രക്ഷസുകൾ എവിടെയോ ഉഗ്രവിഷ നാഗാച്ച യത്ര ഉഗ്രവിഷങ്ങളായ നാഗങ്ങളും എവിടെയാണോ അരികൾ ശത്രുക്കൾ എത്ര എവിടെയാണോ ദസ്യുബലാനി എത്ര കള്ളന്മാരുടെ കൂട്ടം എവിടെയാണോ ദാവാനലോ എത്ര കാട്ടുതീ എവിടെയാണോ തത്ര അവിടെയും തഥാ പ്രകാരം അബ്ധിമധ്യേ സമുദ്രമധ്യത്തിലും സ്ഥിതി ചെയ്യുന്നവളായിട്ട് ത്വം വിശ്വം പരിപാസി നീ വിശ്വത്തെ പരിപാലിക്കുന്നു. രക്ഷസുകൾ ഉഗ്രവിഷമുള്ള നാഗങ്ങൾ ശത്രുക്കൾ കൊള്ളക്കാരുടെ സംഘം കാട്ടുതീയും തുടങ്ങിയവ ഉള്ളിടത്തും അപ്രകാരം സമുദ്രമധ്യത്തിലും സ്ഥിതി ചെയ്തിട്ട് നീ വിശ്വത്തെ പരിപാലിക്കുന്നു. മനുഷ്യർക്കും ദേവന്മാർക്കും പ്രാണികൾക്കും പ്രകൃതിക്കും ആപത്തുണ്ടാകുന്ന സാഹചര്യങ്ങളെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. രാക്ഷസർ, കടുത്ത വിഷമുള്ള പാമ്പുകൾ, ശത്രുക്കൾ, കൊള്ളക്കാർ, കാട്ടുതീയും തുടങ്ങിയവ ആപത്തുണ്ടാക്കുന്നവയാണ്. സമുദ്രമധ്യവും അപ്രകാരം തന്നെ. ഏതിൽ നിന്ന് ഉപദ്രവം ഉണ്ടായാലും അതിൽ നിന്നെല്ലാം രക്ഷിക്കാൻ സന്നദ്ധയായിട്ട് ദേവി അവിടെ ഉണ്ടാകും. അങ്ങനെ ദേവി വിശ്വത്തിലെ എല്ലാ വസ്തുക്കളെയും വ്യക്തികളെയും രക്ഷിക്കുന്നു. സർവവ്യാപ്തമായ പരാശക്തിയാണ് ദേവി എന്ന് സൂചന.